ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ടെസ്റ്റിനും ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിനും ശേഷമുള്ള ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് നില പുറത്തുവിട്ട് ICC ഗാബയിൽ വെസ്റ്റ് ഇൻഡീസിനോട് 8 റൺസിന് തോറ്റെങ്കിലും ഓസ്ട്രേലിയ പട്ടികയിൽ ഒന്നാമത് തുടരുകയാണ്. ഇതേസമയം ഹൈദരാബാദിൽ 5 ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് 28 റൺസിന് തോറ്റ ടീം ഇന്ത്യ പട്ടികയിൽ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പുതുക്കിയ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടിക പ്രകാരം ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ് ടീമുകൾക്ക് പിന്നിലായി 5ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. ഓസീസിന് 55.00, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ് ടീമുകൾക്ക് 50% പോയിന്റ് ശരാശരിയുമാണുള്ളത്. 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് 43.33 പോയിന്റ് ശരാശരി മാത്രമേയുള്ളൂ. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2023-25 സൈക്കിളിൽ ഇതുവരെ ഇറങ്ങിയ 5 മത്സരങ്ങളിൽ 2 ജയം മാത്രമേ ഇന്ത്യക്കുള്ളൂ. ഗാബയിൽ ഓസ്ട്രേലിയയെ 8 റൺസിന് മലർത്തിയടിച്ച വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാനും പിന്നിലായി 33.33 പോയിന്റ് ശരാശരിയുമായി 7ാം സ്ഥാനത്താണ്. ഗാബ ടെസ്റ്റോടെ 2 മത്സരങ്ങളുടെ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് പരമ്പര 1-1 സമനിലയിൽ അവസാനിച്ചിരുന്നു. എന്നാൽ ഹൈദരാബാദ് ടെസ്റ്റിൽ ഇന്ത്യയെ തോൽപ്പിച്ചെങ്കിലും 29.16 പോയിന്റ് ശരാശരി മാത്രമുള്ള ഇംഗ്ലണ്ട് 8ാം സ്ഥാനത്താണ്. മറ്റൊന്ന്, ഇന്ത്യക്കെതിരായ പരമ്പരയിലെ വിജയം താൻ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷമുള്ള ഏറ്റവും മികച്ച ഫേമസ് വിജയമാണെന്ന് ബെൻ സ്റ്റോക്സ്. ബാസ്ബോൾ ശൈലിയുടെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നായി താൻ ഈ മത്സരത്തെ വിലയിരുത്തുന്നു എന്ന് ബെൻ സ്റ്റോക്സ് മത്സരശേഷം പറഞ്ഞു. എനിക്ക് തോന്നുന്നു, നായകസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾക്ക് മികച്ച നിമിഷങ്ങളും മികച്ച വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ കളിക്കുന്ന രീതി വെച്ചാൽ ഈ വിജയം അത്തരം വിജയങ്ങളിൽ ഒന്നാമതായി നിൽക്കുന്നു, ബെൻ സ്റ്റോക്സ് മത്സരശേഷം പറഞ്ഞു. ഇതാദ്യമായാണ് ഞാൻ ഇന്ത്യയിൽ ക്യാപ്റ്റൻ ആകുന്നത്. ഞാൻ ഒരുപാട് ക്രിക്കറ്റ് കാണാറുണ്ട്. ഞാൻ ഒരു തീക്ഷ്ണ നിരീക്ഷകനാണ്. എനിക്ക് കളി കാണാൻ ഇഷ്ടമാണ്. ഇന്ത്യൻ സ്പിന്നർമാർ എങ്ങനെ ബോൾ ചെയ്യുന്നുവെന്ന് ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ വിശകലനം ചെയ്യുന്നു. കാരണം ഞങ്ങൾ ഈ മത്സരം ജയിക്കാൻ ഇന്ത്യയെ വീഴ്ത്താൻ ആഗ്രഹിച്ചു, സ്റ്റോക്സ് പറഞ്ഞു. നിങ്ങൾ തോൽക്കാം, പക്ഷേ പരാജയത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. വിജയിക്കാനായി ശ്രമിച്ചു എന്ന സന്തോഷത്തിൽ ഞാൻ അടുത്ത പ്രഭാതത്തെ നേരിടും, ബെൻ സ്റ്റോക്സ് കൂട്ടിച്ചേർത്തു.